വളരെയേറെ കഷ്ടപ്പാടുകളിലൂടെ അല്ല ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയ ഒരു ചെറുപ്പക്കാരൻ ഒരിക്കലൊരു വ്യാപാരിയെ കാണാൻ ഇടവന്നു. വലിയ ധനികനായ ആ വ്യാപാരിയോട് ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, സാർ, അങ്ങയെപ്പോലെ ഒരു വലിയ ധനികനാകാൻ ഞാൻ എന്ത് ചെയ്യണം? ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചു, ഒന്നിനും ഒരു പ്രയോജനമുണ്ടായില്ല. ആ ധനികനായ വ്യാപാരി കുറച്ച് നാണയത്തുട്ടുകൾ അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ നാണയത്തുട്ടുകൾ ഉപയോഗിച്ച് നീ ഒരു ചെറിയ വ്യാപാരം ആരംഭിക്കുക. അങ്ങനെ ആ വ്യാപാരിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ നാണയത്തുട്ടുകൾ വാങ്ങി അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ യാത്രയായി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചോദ്യമുണ്ടായി, ഈ ചെറിയ നാണയത്തുട്ടുകൾ വെച്ച് ഞാൻ എന്ത് തുടങ്ങാനാണ്, എന്ത് ബിസിനസ് ചെയ്യാനാണ്? അങ്ങനെ ചിന്തിച്ചിരിക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ആശയം രൂപം കൊള്ളുകയും ഒരു നാരങ്ങ വെള്ള കച്ചവടം തുടങ്ങണം എന്നുള്ള ഒരാശയം രൂപം കൊള്ളുകയും അടുത്ത ദിവസം തന്നെ അദ്ദേഹം മാർക്കറ്റിൽ ചെന്ന് കുറച്ച് നാരങ്ങ വാങ്ങുകയും വഴി സൈഡിൽ നിന്ന് അത് നാരങ്ങ വെള്ളമാക്കി കൺവെർട്ട് ചെയ്തുകൊണ്ട് ബിസിനസ് ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി, ആഴ്ചകൾ കഴിഞ്ഞുപോയി. ഈ നാണയത്തുട്ടുകൾ നോട്ടുകളായി മാറി, പിന്നെ നോട്ടുകെട്ടുകളായി മാറി. അങ്ങനെ ഇരിക്കെ അദ്ദേഹം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു ഹോട്ടൽ വാങ്ങുകയും ആ ഹോട്ടലിലൂടെ അദ്ദേഹം സമ്പന്നനാകുകയും ചെയ്തു. പിന്നീടൊരു അവസരത്തിൽ ഈ വ്യാപാരിയെ കാണാൻ ഇടവരികയും ആ പയ്യൻ ഓടിച്ചെന്ന് അദ്ദേഹത്തോട് നന്ദി പറയുകയും അങ്ങ് തന്ന നാണയത്തുട്ടുകളാണ് എന്നെ ഇവിടം വരെ എത്തിച്ചതെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ആ വ്യാപാരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ നാണയത്തുട്ടുകളല്ല നിന്നെ സമ്പന്നനാക്കിയത്, മറിച്ച് നിൻ്റെ ക്ഷമയും നിൻ്റെ കഠിനാധ്വാനവും നിൻ്റെ ചിന്താഗതിയുമാണ് നിന്നെ സമ്പന്നനാക്കിയത്. നമ്മളും ഈ ചെറുപ്പക്കാരനെ പോലെയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞു നാണയത്തുട്ടുകൾ ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു വ്യാപാരം ചെയ്യുന്നതിന് പകരം നമ്മൾ വലിയൊരു തുക കിട്ടിയതിന് ശേഷം ഇല്ല വലിയൊരു തുക ലോൺ എടുത്തതിന് ശേഷം വ്യാപാരം തുടങ്ങാൻ ആരംഭിക്കും. അങ്ങനെയാണ് എല്ലാ മനുഷ്യരുടെയും പരാജയമുണ്ടാകുന്നത്. നമ്മൾ ആദ്യം ചെറിയ നാണയത്തുട്ടുകൾ വെച്ച് ചെറിയ രീതിയിൽ കച്ചവടം ചെയ്യുക. പോവുകയാണെങ്കിൽ ആ ചെറിയ നാണയത്തുട്ടുകളല്ലേ പോവുള്ളൂ.